തുടർച്ചയായിട്ട് അഥവാ മാസങ്ങളായിട്ട് മൂക്കടപ്പ് എന്ന് പറയുന്ന ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്ന ഒരാളാണോ നിങ്ങൾ? ഹായ് ദേർ, ദിസ് ഈസ് ഡോക്ടർ ആര്യ ദേവി. നമുക്ക് ഈ ഒരു മൂക്കടപ്പ് എന്ന് പറയുന്ന പ്രശ്നം വിട്ടുമാറാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു കാരണം പലപ്പോഴും നേസൽ പോളിപ്പ് അഥവാ മൂക്കിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ദശ വളർച്ചയായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു ദശ വളർച്ച ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിട്ടുമാറാതെ ഉണ്ടാവുന്ന സൈനസൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അലർജി കാരണം, അതും അല്ലെങ്കിൽ ആസ്മ പോലെയുള്ള പ്രശ്നങ്ങൾ കാരണമാണ് ഇത്തരത്തിൽ നേസൽ പോളിപ്പ് നമുക്ക് ഉണ്ടാവുന്നത്. ദശവളർച്ച എന്ന് പറയുന്നത് വളരെ ഭീകരമായിട്ടുള്ളൊരു പ്രശ്നമൊന്നും അല്ലെങ്കിൽ കൂടെ പലപ്പോഴും പലതരത്തിലുള്ള ഇറിറ്റേഷൻസ് നമുക്കിത് കാരണം ഉണ്ടാവാറുണ്ട്. മൂക്കടപ്പ് വലിയൊരു പ്രശ്നമായിട്ട് പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഒപ്പം മണം തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥ, കൂർക്കം വലി പോലെയുള്ള മറ്റ് ലക്ഷണങ്ങളും ഇതിനോടൊപ്പം ഉണ്ടാവാറുണ്ട്. ഈ ഒരു പ്രശ്നം വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒന്ന് തന്നെയാണ്. പലപ്പോഴും സർജറിയൊക്കെ ചെയ്തതിന് ശേഷവും ഈ ഒരു പ്രശ്നം വീണ്ടും തിരിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കാറുണ്ട്. ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻറ്റിലൂടെ നമ്മളൊരു വ്യക്തിയുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇൻഫ്ലമേഷനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. അതായത് ആ ഒരു വ്യക്തിയുടെ ഇമ്മ്യൂണിറ്റീനെ പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്യുന്നതിലൂടെ ഈ ഒരു ദശവളർച്ചയ്ക്ക് കാരണമായിട്ടുള്ള സൈനസൈറ്റിസ് ആയിക്കോട്ടെ, അലർജി ആയിക്കോട്ടെ, ആസ്മ ആയിക്കോട്ടെ, ഇതിനെല്ലാം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോയിൻമെൻറ്റ്സിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് മെസ്സേജ് അയക്കാവുന്നതാണ്.